ഹലോ ഗുഡ് ടാഗ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ക്വിനിറ്റീവ് സൈ എന്ന ടോപ്പിക്കാണ്. ക്വിനിറ്റീവ് സൈ എന്നാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് അൺറിയൽ, ഇമാജിനറി, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, പൊളൈറ്റ് റിക്വസ്റ്റ്, വിഷസ് എന്നിവയെ പറയാനാണ് നമ്മൾ ക്വിനിറ്റീവ് സൈ യൂസ് ചെയ്യുന്നത്. ക്വിനിറ്റീവ് സൈൻ്റെ ഫസ്റ്റ് കേസായിട്ട് വരുന്നതാണ് ഹ്യോഫ്ലിഷെ ബിറ്റെ ഫ്രാഗേസു ഫോർമുലേന്. ഹ്യോഫ്ലിഷെ ബിറ്റെ എന്ന് പറയുന്നത് പൊളൈറ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. പിന്നെ ഫ്രാഗേസു ഫോർമുലേൻ, അതായത് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, മാർക്ക് ദി ട്യൂസു, ആ ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാമോ. പിന്നെ ബിറ്റെ മാർക്ക് ദി ട്യൂസു, കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാൻ നമ്മൾ ബിറ്റെ ഫസ്റ്റ് ആഡ് ചെയ്യുന്നു. അടുത്ത ഒരു എക്സാമ്പിളാണ് കൻസ് ബിറ്റെ ദി ട്യൂസു മാഹൻ, ക്യാൻ യു പ്ലീസ് ക്ലോസ് ദി ഡോർ. നമ്മളിങ്ങനെ പൊളൈറ്റ് ആയിട്ട് റിക്വസ്റ്റ് പറയാനാണ് ക്വിനിറ്റീവ് സൈ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സെക്കൻഡ് കേസാണ് റാഷ്ലാഗെ ഓർഡർ ഫോഷ്ലാഗെ സുഗേബൻ, അതായത് ഒരു സജഷൻ പറയാനോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം നൽകാനോ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദ സോൾസ്റ്റ് മിത് ദം റൗഹൻ ഔഹ്യോറൻ, യു ഷുഡ് സ്മോക്കിംഗ്, നീ എന്തായാലും സ്മോക്കിംഗ് നിർത്തണം. നമ്മളൊരു അഡ്വൈസ്, അത്രയും അഡ്വൈസ് പറയാനാണ് നമ്മൾ ഈ ഒരു കേസ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ഇഷ് ഡൈന സ്റ്റെല്ലെ വേറെ, ഞാൻ നിന്റെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ, വ്യുടെ ഇഷ് കൈൻ നോയസ് ഔട്ടോ കൗഫൻ, ഞാൻ ഒരു പുതിയ കാറ് മേടിക്കില്ലായിരുന്നു. അതായത് ഞാൻ മറ്റൊരാളുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാൻ പുതിയത് മേടിക്കുന്നത്, അതായത് നമ്മളൊരു അഡ്വൈസ് പറയാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു കേസ്. നമ്മുടെ നെക്സ്റ്റ് കേസാണ് ഇറിയാലെ വിൻഷൻ, അതായത് നടക്കാനാവാത്ത ആഗ്രഹങ്ങളെ പ്രകടിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന കേസാണ്. ഫോർ എക്സാമ്പിൾ, വെനിഷ് ഗെൽഡ് ഹൈറ്റെ ക്യൊണ്ടേഷ് ഐൻ നോയ്സ് ഔട്ടോ കൗഫൻ, അതായത് എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു പുതിയ കാർ വാങ്ങിയേനെ. ഒരു വിഷ്, അതായത് നടക്കാനാവാത്ത കാര്യങ്ങളെ നമ്മൾ സൂചിപ്പിക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഈ കേസ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വെനിഷ് ദ പ്രസിഡന്റ് ഫോൺ ഇന്ത്യൻ വേറെ, ഞാൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ ക്യൊണ്ടേഷ് കുറപ്സിയോൺ അപ്ഷാഫൻ, ഈ അഴിമതി നിർത്തലാക്കിയേനെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വിനിറ്റീവ് സൈൻ്റെ ഹെൽപ്സ് വെർബാണ്, അതായത് ഹെൽപ്പിംഗ് വെർബ്. ഫോർ എക്സാമ്പിൾ, ഇൻഫിനിറ്റീവ് വെർബായ സൈൻ പ്രിട്ടേർഡത്തിലോട്ട് വരുമ്പോൾ വാറാകുന്നു, അത് ക്വിനിറ്റീവ് സൈലോട്ട് മാറുമ്പോൾ വേറെ. ഇതെല്ലാം ഇഷ് ഫോമിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഹാബൻ. ഹാബൻ പ്രിട്ടേർഡത്തിലോട്ട് വരുമ്പോൾ ഹേറ്റെ ആയി മാറുന്നു, അത് ക്വിനിറ്റീവ് സൈലോട്ട് വരുമ്പോൾ ഹേറ്റെ ആയി മാറുന്നു, അതായത് ഒരു ഉംലൗട്ട് ആഡ് ആവുന്നു. നെക്സ്റ്റ് വൺ ആണ് വെർഡൻ. വെർഡൻ പ്രിട്ടേർഡത്തിലോട്ട് വരുമ്പോൾ വ്യുർഡെ ആയി മാറുന്നു, ക്വിനിറ്റീവ് സൈലോട്ട് വരുമ്പോൾ വ്യുർഡെ ആയി മാറുന്നു. നെക്സ്റ്റ് നമ്മൾ ഈ ഹെൽപ്പിംഗ് വേർബ്സിൻ്റെ കോൺജുഗേഷൻ നോക്കാം. ഫസ്റ്റ് കേസ് ആയിട്ടുള്ള സൈൻ, സൈനിൻ്റെ കോൺജുഗേഷൻ ക്വിനിറ്റീവ് സൈലോട്ട് വരുമ്പോൾ ഇഷ് വേറെ, ദു വേസ്റ്റ്, ഓർഡർ വേറസ്റ്റ്. ഇത് രണ്ടും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാം. ക്വിനിറ്റീവ് സൈഡിൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് വേസ്റ്റ് ആണ്, ഇത് യൂസ് ചെയ്താലും സെയിം ആണ്. നെക്സ്റ്റ് LCSലോട്ട് വരുമ്പോൾ വേറെ, വിയർ, വേരൻ, ഇയർ, വേർട്ട്, ഓർഡർ വേരൻ. ഇതേപോലെ തന്നെ ദു കേസിലുള്ള പോലെ തന്നെ ഇയർ കേസിലും വേർട്ടാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. വേർട്ട് എഴുതിയാലും കറക്റ്റാണ്. നെക്സ്റ്റ് ആണ് സിസിയിൽ വരുമ്പോൾ വേറെ. അടുത്താണ് ഹാബൻ. ഹെബൻ ഇഷ് ഫോമിലോട്ട് വരുമ്പോൾ ഹേറ്റെ ആയി മാറുന്നു, ദുവിൽ വരുമ്പോൾ ഹേറ്റസ്റ്റ്, LCSൽ ഹേറ്റെ, വിയർ ഹേറ്റൻ, ഇയർ ഹേറ്റഡ്, സിസിയിൽ വരുമ്പോൾ ഹേറ്റനായി മാറുന്നു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹെൽപ്പിംഗ് വേർബാണ് വെർഡൻ. വെർഡൻ ഇഷ് ഫോമിലോട്ട് വരുമ്പോൾ ഇഷ് വ്യുർഡെ, ദു വ്യുർഡെസ്റ്റ്, LCS വ്യുർഡെ, വിയർ വ്യുർഡൻ, ഇയർ വ്യുർഡെറ്റ്, സിസി വ്യുർഡൻ. ക്വിനിറ്റീവ് സൈൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാത്തിലും ഉംലൗട്ട് ആണ് ആഡ് ആയി വരുന്നത്. നെക്സ്റ്റ് നമുക്ക് മൊഡാൽ വെർബിൻ്റെ ക്വിനിറ്റീവ് സൈ നോക്കാം. ക്വിനിറ്റീവ് സൈ ആയിട്ടുള്ള ക്യൊന്നൻ പ്രിട്ടേർഡത്തിലോട്ട് വരുമ്പോൾ ക്വൊൻറ്റെ ആയി മാറുന്നു, അത് ക്വിനിറ്റീവ് സൈലോട്ട് മാറുമ്പോൾ ക്യൊൻറ്റെ ആയി മാറുന്നു, അതായത് ഒരു ഉംലൗട്ട് ആഡ് ആവുന്നു. നെക്സ്റ്റ് ആയിട്ടുള്ള ദുർഫൻ പ്രിട്ടേർഡത്തിലോട്ട് വരുമ്പോൾ ദുർഫ്റ്റെ ആയി മാറുന്നു, അത് ക്വിനിറ്റീവ് സൈലോട്ട് മാറുമ്പോൾ ദുർഫ്റ്റെ ആയി മാറുന്നു. ഇതെല്ലാം ഇഷ് ഫോമാണ്. ഇനി അടുത്താണ് മ്യോഗൻ. മ്യോഗൻ പ്രിട്ടേർഡത്തിലോട്ട് വരുമ്പോൾ മൊക്റ്റെ ആയി മാറുന്നു, അത് ക്വിനിറ്റീവ് സൈലോട്ട് മാറുമ്പോൾ മ്യോക്ഷ്ടെ ആയി മാറുന്നു. നെക്സ്റ്റ് ആയിട്ടുള്ള മ്യൂസൻ. മ്യൂസൻ പ്രിട്ടേർഡത്തിലോട്ട് വരുമ്പോൾ
മുസ്റ്റേ ആയി മാറുന്നു. അത് കൊഗ്നിറ്റീവ് സൈലോട്ട് മാറുമ്പോൾ മ്യൂസ്റ്റേ ആയി മാറുന്നു. നെക്സ്റ്റ് ആണ് സൊള്ളൻ. സൊള്ളൻ പ്രത്യയത്തിലോട്ട് വരുമ്പോൾ സൊൾട്ടെ ആയി മാറുന്നു. അത് കൊഗ്നിറ്റീവ് സൈലോട്ട് വരുമ്പോൾ സൊൾട്ടെ ആയി മാറുന്നു. നെക്സ്റ്റ് വൊള്ളൻ. വൊള്ളൻ പ്രത്യയത്തിലോട്ട് വരുമ്പോൾ വോൾട്ടെ ആയി മാറുന്നു. കൊഗ്നിറ്റീവ് സൈലോട്ട് വരുമ്പോൾ വോൾട്ടെ ആയി മാറുന്നു. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഡാൽ വെർബിൽ ക്യൊന്നൻ, ദ്യുർഫൻ, മ്യോഗൻ, മ്യൂസൻ ഈ കേസുകൾ മാത്രമേ നമ്മൾ ഉംലൗട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. മൊഡാൽ വെർബ്സ് ആയിട്ടുള്ള സൊള്ളൻ ആൻഡ് വൊള്ളൻ ഈ കേസിൽ നമ്മൾ കൊഗ്നിറ്റീവ് സൈലോട്ട് വരുമ്പോൾ ഉംലൗട്ട് യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊഗ്നിറ്റീവ് സൈവിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് വേർബ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, കൊമ്മൻ പ്രത്യയത്തിലോട്ട് വരുമ്പോൾ കാമായി മാറുന്നു. അത് കൊഗ്നിറ്റീവ് സൈലോട്ട് വരുമ്പോൾ കേമേ ആയി മാറുന്നു. അതായത് ഉംലൗട്ട് ആഡ് ആവുന്നു. അടുത്തതാണ് ബ്രൗഹൻ. ബ്രൗഹൻ പ്രത്യയത്തിലോട്ട് വരുമ്പോൾ ബ്രൗറ്റെ ആയി മാറുന്നു. അത് കൊഗ്നിറ്റീവ് സൈലോട്ട് മാറുമ്പോൾ ബ്രൗറ്റെ ആയി മാറുന്നു. അടുത്താണ് വിസൻ. വിസൻ പ്രത്യയത്തിലോട്ട് വരുമ്പോൾ വുസ്റ്റേ ആയി മാറുന്നു. കൊഗ്നിറ്റീവ് സൈലോട്ട് മാറുമ്പോൾ വുസ്റ്റേ ആയി മാറുന്നു. നെക്സ്റ്റ് ആണ് ഗേഹൻ. ഗേഹൻ ഗിങ് ആവുന്നു. അത് കൊഗ്നിറ്റീവ് സൈലോട്ട് മാറുമ്പോൾ ഗിങ്ങേ ആയി മാറുന്നു. അടുത്താണ് ഗേബൻ. ഗേബൻ പ്രത്യയത്തിലോട്ട് വരുമ്പോൾ ഗാബ് ആവുന്നു. അത് കൊഗ്നിറ്റീവ് സൈലോട്ട് വരുമ്പോൾ ഗേബേ ആയി മാറുന്നു. അടുത്താണ് ഫിൻഡൻ. ഫിൻഡൻ പ്രത്യയത്തിലോട്ട് വരുമ്പോൾ ഫാൻഡ് ആവുന്നു. അത് കൊഗ്നിറ്റീവ് സൈലോട്ട് മാറുമ്പോൾ ഫെയിൻഡേ ആയി മാറുന്നു. അടുത്താണ് ടൂൺ. ടൂൺ പ്രത്യയത്തിലോട്ട് വരുമ്പോൾ ടാറ്റ് ആയി മാറുന്നു. അത് കൊഗ്നിറ്റീവ് സൈലോട്ട് വരുമ്പോൾ ടേറ്റേ ആയി മാറുന്നു. ഇത്രയും എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചൂസ്.